ഹായ് മക്കളെ, നമ്മളുടെ സ്റ്റഡി വൈബിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 5ാമത്തെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പോർഷനാണ് എടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് എല്ലാ ബുക്കുകളും പഠിക്കുക, എല്ലാ പരീക്ഷകളും നന്നായിട്ട് എഴുതുക. അപ്പം പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന മക്കൾ അത് നന്നായിട്ട് പാസ്സാകാനുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പോൾ അതിലേക്ക് കുറേ സഹായമുണ്ട് എൻ്റെ ഭാഗത്തു നിന്ന്. ക്ലാസ്സുകളൊക്കെ കേൾക്കുക, നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർഡ് ആവുക. മാക്സിമം ചാപ്റ്ററുകൾ ഇപ്പോൾ പഠിച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ അടുത്തതിൽ പഠിക്കാൻ പറ്റുന്ന, അതായത് കുറഞ്ഞ മാർക്ക് വാങ്ങുന്ന കുട്ടികളെ പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത പരീക്ഷ ആകുമ്പോഴേക്കും പഠിച്ച് റെഡി ആവുക. അപ്പോൾ മോഡൽ എക്സാം സീരിയസ് ആയി തന്നെ പഠിക്കുക. ഒരു ആനുവൽ എക്സാമിൻ്റെ പ്രതിവിധികൾ പഠിക്കുക, വൃത്തിയായിട്ട് എഴുതുക, നല്ല മാർക്ക് വാങ്ങുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മളുടെ സ്റ്റഡി വൈബിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടെ നമുക്ക് തുടങ്ങാം നമ്മളുടെ ചാപ്റ്ററുകൾ. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് 1967 4ാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യ എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ആ പൊതു തെരഞ്ഞെടുപ്പിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, വിലക്കയറ്റം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കാലാവസ്ഥ മോശമായതുകൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന, സമത്വത്തിന് വേണ്ടിയുള്ള കർഷക പ്രക്ഷോഭങ്ങളും സായുധ സമരങ്ങളും അവിടെ ഉണ്ടായി, ഹിന്ദു മുസ്ലിം വർഗീയതയുണ്ടായി, പ്രതിപക്ഷ ഐക്യമുണ്ടായി, ഭക്ഷ്യക്ഷാമങ്ങളുണ്ടായി. അങ്ങനെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ, അതായത് സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അങ്ങനെ വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങളുമായി ജനസംഘം, ഭാരതീയ സംഘം, അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുമായി പോയ പാർട്ടികൾ ഒരു ധാരണയിലെത്തി. അതായത് ഇവർക്കൊക്കെ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ 4 സീറ്റ്, 10 സീറ്റ്, 5 സീറ്റ്, 6 സീറ്റ് അങ്ങനെ മാത്രമേ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ മനസ്സിലാക്കി നമ്മളിങ്ങനെ വിഘടിച്ച് നിൽക്കുന്നതാണ് ഭരണകക്ഷിക്ക്, അതായത് കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കിട്ടുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മളെല്ലാവരും കൂടെ, അതായത് കാര്യമായ ഭൂരിപക്ഷം കിട്ടാതിരിക്കുന്ന നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് കിട്ടുന്ന വോട്ടിൻ്റെ അളവ് കുറയ്ക്കാമെന്നും നമുക്ക് കിട്ടുന്ന വോട്ടിൻ്റെ അളവ് കൂട്ടിയെടുക്കാമെന്നും അവർ മനസ്സിലാക്കി. അങ്ങനെ ആശയങ്ങളിലും പരിപാടിയിലും, പ്രത്യയശാസ്ത്രത്തിലും പരിപാടിയിലും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുള്ള പാർട്ടികൾ ഒരുമിച്ച് ചേരുകയും കോൺഗ്രസ്സിനെതിരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതുപോലെ അടുത്ത സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങളും പരിപാടികളുമായി ഒന്നിച്ചു പോയിരുന്ന കോൺഗ്രസ്സുകാർ ഒന്നിച്ചുണ്ടാക്കിയ ആ ഗ്രൂപ്പിസത്തെ സോഷ്യലിസ്റ്റ് നേതാവായ ഡോക്ടർ രാം മനോഹർ ലോഹ്യ നോൺ കോൺഗ്രസിസം അഥവാ കോൺഗ്രസ് ഇതരത്വം എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ നോൺ കോൺഗ്രസിസം അല്ലെങ്കിൽ കോൺഗ്രസ് ഇതരത്വം എന്ന് പറയുമ്പോൾ നിങ്ങൾ രാം മനോഹർ ലോഹ്യയുടെ പേര് ഓർക്കണം. അപ്പോൾ എന്താണ് നോൺ കോൺഗ്രസിസം എന്ന് ചോദിച്ചാൽ, 4ാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥയും അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളും കലാപങ്ങളും എല്ലാം കോൺഗ്രസ്സിന് പ്രതികൂലമായിരുന്ന, അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ പ്രതികൂലമായിരുന്ന ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് പാർട്ടിയുടെ പരാജയത്തിന് കാരണമെന്നും, അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിനെ തോൽപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കിട്ടുന്ന ഭൂരിപക്ഷത്തിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിക്കുകയും അങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങളും പരിപാടികളും ഉണ്ടായിരുന്ന ആ പാർട്ടികൾ ഒന്നിക്കാൻ തീരുമാനിച്ച ഈ നയത്തെയാണ് സോഷ്യലിസ്റ്റുകാരനായ ഡോക്ടർ രാം മനോഹർ ലോഹ്യ കോൺഗ്രസ് ഇതരത്വം അഥവാ നോൺ കോൺഗ്രസിസം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ അത് രാം മനോഹർ ലോഹ്യ നോൺ കോൺഗ്രസിസം, ആ വാക്ക് നന്നായിട്ട് ഓർത്തു വയ്ക്കാം. The opposition parties realized that the divisions among the opposition parties helped the Congress to capture power in successive elections. In this situation, the opposition parties decided to fight together against the common enemy of the Congress. Ram Manohar Lohia, a socialist leader, termed this strategy of the opposition as non-congressism. അപ്പോൾ നിങ്ങൾ ആ റാം മനോഹർ ലോഹ്യ, സോഷ്യലിസ്റ്റ് ലീഡർ, നോൺ കോൺഗ്രസിസം, ഈ 3 വാക്കുകൾ ഇതിൽ ഓർത്തു വയ്ക്കുക. പരീക്ഷയ്ക്കൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇനി നമുക്കറിയേണ്ടത് 1967 എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നടന്ന തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്ന് നോക്കിയാൽ, കോൺഗ്രസ്, അതായത് 1967 ഫെബ്രുവരിയിൽ ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. അതുപോലെ സംസ്ഥാന നിയമസഭകളിലേക്കും ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്നു. നെഹ്റുവിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. നെഹ്റു 1964 മരിച്ച ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്.
അത് സ്വാഭാവികമായും കോൺഗ്രസ്സിൽ പല സ്ഥലത്തും നമുക്ക് ഇലക്ഷനിൽ ഭൂരിപക്ഷം വിചാരിച്ച ഭൂരിപക്ഷം, അതായത് കേന്ദ്രത്തിൽ വിചാരിച്ച ഭൂരിപക്ഷമൊക്കെ നേടിയെടുക്കാൻ സാധിച്ചെങ്കിലും സീറ്റുകളുടെ അളവും അതുപോലെ തന്നെ വോട്ടിംഗ് നിരക്കും വളരെ കുറവായൊരു ഇലക്ഷനും കൂടിയാണ് ഇത് എന്ന് നമുക്ക് പറയാം. മന്ത്രിസഭാ അംഗങ്ങളിലെ പലരും ഇലക്ഷനിൽ പരാജയപ്പെട്ടു. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ പരിചയക്കുറവും അതുപോലെ തന്നെ ചേരിപ്പോരുകളൊക്കെ ആയിരിക്കാം ഇതിന് കാരണമായിട്ട് മാറിയത്. 7 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കുറവായി. അതുപോലെ 2 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സുകാർ തന്നെ കൂറുമാറിയത് കൊണ്ട് ഗവൺമെൻറ് രൂപീകരിക്കാൻ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടു. അപ്പോൾ ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ബീഹാർ, ബംഗാൾ, ഒറീസ, മദ്രാസ്, കേരളം ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം 9 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് അധികാരം നഷ്ടപ്പെടുന്നൊരവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചു. മറ്റു പാർട്ടികൾ, അതായത് ജനസംഘം, സ്വതന്ത്ര പാർട്ടി, SSP, CPM, DMK തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുടെ വളർച്ച ഈ കാലയളവിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു വരികയും ചെയ്തു. അപ്പോൾ കേന്ദ്രം ആര് ഭരിക്കും എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് തന്നെയാണ്. പക്ഷെ അവർ നേരത്തെ ഉണ്ടായിരുന്ന മെജോറിറ്റി അവിടെ കുറഞ്ഞു വന്നു, വോട്ടുകളുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്തു വന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാരല്ലാത്ത പാർട്ടികളുടെ വളർച്ചയ്ക്ക് ഈ സാഹചര്യം വഴിയൊരുക്കുകയാണ് ചെയ്തത്. അതായത് തമിഴ്നാട്ടിൽ ഒഴികെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷം കുറവായതുകൊണ്ട് ഒരു പാർട്ടികൾക്കും പ്രത്യേകിച്ച് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരൊക്കെ ഒരു കൂട്ടു മന്ത്രിസഭയ്ക്ക് തുടക്കം കുറിച്ചു. അതായത് കുറേ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ഒരുമിച്ച് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് രൂപം നൽകി. അതായത് ഇപ്പോൾ ബീഹാറിൽ സംയുക്ത വിധായക് ദൾ ഗവൺമെൻറ്റിൽ SSP, PSP തുടങ്ങിയ പാർട്ടികളും അതുപോലെ CPI എന്നുള്ള പാർട്ടിയും ഒക്കെ ജനസംഘം ഇവരൊക്കെ ചേർന്നിട്ടാണ് അവിടെ ബീഹാറിൽ ഒരു ഗവൺമെൻറ് രൂപം കൊള്ളുന്നത്. ഇതിന് എന്താ പറയുക, SVD എന്നാണ്, സംയുക്ത വിധായക് ദൾ എന്നാണ് അവരതിനെ വിശേഷിപ്പിച്ചത്. ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ എന്നാണ് അതിനെ പറയുക. അതുപോലെ തന്നെ പഞ്ചാബ് എടുത്തു കഴിഞ്ഞാൽ അകാലിദൾ, സാന്ത് ഗ്രൂപ്പ്, CPI, CPIM, SSP, സോഷ്യലിസ്റ്റ് പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി, ജനസംഘം ഇതൊക്കെ ചേർന്നതാണ് പഞ്ചാബിലെ ഗവൺമെൻറ്. അപ്പോൾ ഇങ്ങനെ കേരളത്തിലെടുത്തു കഴിഞ്ഞാൽ 7ഓളം രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നതായിരുന്നു അന്നത്തെ EMS ഗവൺമെൻറ്. അപ്പോൾ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ, അതായത് വ്യക്തമായി ഭൂരിപക്ഷം ലഭിക്കാത്ത ഒന്നിൽ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് 3ഓ അതിൽ കൂടുതലോ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നതിനെയാണ് നമ്മൾ കോയിലേഷൻ ഗവൺമെൻറ് അഥവാ കൂട്ടുകക്ഷി മുന്നണി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യനാണ്, 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം. എന്താണ് കോയിലേഷൻ ഗവൺമെൻറ് അഥവാ കൂട്ടുകക്ഷി മന്ത്രിസഭ ചോദിച്ചാൽ, തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിയാത്ത 3ഓ അതിൽ കൂടുതലോ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു ചേർന്നൊരു ഗവൺമെൻറ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ കോയിലേഷൻ ഗവൺമെൻറ് അഥവാ കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന് പറയാം. അത് കേരളം, പഞ്ചാബ്, ബീഹാർ ഈ സംസ്ഥാനങ്ങളിലൊക്കെ അത് കാണാനായിട്ട് സാധിച്ചിരുന്നു. മറ്റൊന്നാണ് ഡിഫെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂറുമാറ്റം അഥവാ കാലുമാറ്റം എന്ന് പറയും. ഇതിനെ തന്നെ നമ്മൾ വേറൊരു വാക്ക് അവിടെ ഉപയോഗിക്കാറുണ്ട്, ആയാറാം ഗയാറാം എന്നൊരു വാക്ക്. എന്താണ് കോയിലേഷൻ ഗവൺമെൻറ് അഥവാ ഡിഫെക്ഷൻ അഥവാ കൂറുമാറ്റം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, ഇലക്ഷനിൽ നിൽക്കുമ്പോൾ ഒരു പാർട്ടിയിൽ നിൽക്കുന്നു, ആ പാർട്ടിയിൽ നിന്നും ജയിച്ചതിന് ശേഷം ആ പാർട്ടി ഉപേക്ഷിച്ചിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക, കൂറുമാറ്റം അല്ലെങ്കിൽ കാലുമാറ്റം അതല്ലെങ്കിൽ ഡിഫെക്ഷൻ എന്ന് പറയാം. അതായത് leaving one political party and joining another which is considered to be an enemy is defection. When an elected representative leaves the party on whose symbol he got elected and joins another party, we call it defection. ഒരു പാർട്ടിയിൽ നിന്ന് അവരുടെ ചിഹ്നം ഉപയോഗിച്ച് ജയിച്ചതിന് ശേഷം അടുത്ത പാർട്ടിയിലേക്ക് പോകുന്നതിന് പറയുന്ന പേരാണ് കാലുമാറ്റം അഥവാ കൂറുമാറ്റം എന്ന് പറയുക. അപ്പോൾ ഇത് പല സ്ഥലത്തും, അതായത് UP, ഹരിയാന, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ അന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇതിനെതിരായിട്ട് നിയമങ്ങൾ വരികയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1967 ഹരിയാനയിലെ MLA ആയിരുന്ന ഗയാലാൽ 2 ആഴ്ചക്കിടയിൽ 3 തവണ കാലുമാറുകയും തിരികെ ഐക്യമുന്നണിയിലേക്ക് വരികയും ചെയ്തു. അതായത് ഐക്യമുന്നണിയിലേക്ക് വരും, പിന്നീട് കോൺഗ്രസ്സിലേക്ക് വരും, വീണ്ടും അങ്ങനെ, അതായത് മണിക്കൂറുകൾ കൊണ്ട് ഈ കൈമാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അതിന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം, അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയെ
കോൺഗ്രസ് നേതാവായിരുന്ന റാവു വീരേന്ദ്ര സിംഗാണ് ഗയാറാം ഇപ്പോൾ ആയാറാം ആയി എന്ന് പറഞ്ഞ ആയാറാം ഗയാറാം എന്ന പേരിൽ ഇതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ കൂറുമാറ്റം എന്ന് പറഞ്ഞാൽ ഒന്നോർത്തോളൂ, ഒരു പാർട്ടിയിൽ നിന്ന് അതിൻ്റെ ചിഹ്നം ഉപയോഗിച്ച് ഇലക്ഷനിൽ ജയിച്ച ശേഷം ആ പാർട്ടി ഉപേക്ഷിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്ന പ്രക്രിയയ്ക്കാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ 1967 കോൺഗ്രസിൻ്റെ പിളർപ്പ് എന്നുള്ളതാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സ്പ്ലിറ്റ് ഇൻ ദി കോൺഗ്രസ് എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ഇതിന് വേറൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് കോൺഗ്രസിൻ്റെ പരാജയം നമുക്ക് കാണിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അല്ലെങ്കിൽ അതായത് കോൺഗ്രസ് പിളർന്ന് കോൺഗ്രസിൻ്റെ അടുത്തുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം ഇതുവരെ രഹസ്യമായിരുന്നെങ്കിൽ അത് പരസ്യമായ ഒരു സംഭവം കൂടിയാണ് ഈ സംഭവം. എന്താണെന്ന് വെച്ചാൽ 1967 4ാമത്തെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നു. അപ്പോൾ 4ാമത്തെ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിനെ പൂർണ്ണമായും പരാജയപ്പെടുത്താൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാമെന്ന് വെച്ചാൽ പ്രതിപക്ഷ പാർട്ടിയുടെ മുന്നിൽ വേറൊരു സോഴ്സ് ഇല്ല. അതായത് അവർക്ക് അത്രയും മെജോറിറ്റി കിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിനെ പുറത്താക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായിട്ട് എന്താണ് ചെയ്യുക എന്ന് ചിന്തിച്ചിരുന്ന അവരുടെ മുന്നിലേക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ സ്ട്രോങ് ആക്കി ഇന്ദിരാഗാന്ധിയും അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാർ പ്രവർത്തനത്തിൽ നിന്ന് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആൾക്കാർ. സാധാരണഗതിയിൽ ഒരു ഗവൺമെൻറ്റിന് അവരുടെ ഓപ്പോസിഷൻ പാർട്ടിക്കാരാണ് ഒരു തലവേദനയായിട്ട് മാറുക. ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. ഭരിക്കുന്ന പാർട്ടി തന്നെയാണ്, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന പാർട്ടി തന്നെയാണ് ഇന്ദിരാഗാന്ധിക്കുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി മാറിയത്. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് നേരിടേണ്ടി വന്ന യഥാർത്ഥ വെല്ലുവിളി എന്ന് പറയുന്നത് ഭരണകക്ഷിക്കകത്ത് തന്നെയുള്ള ആൾക്കാരിൽ, സ്വാധീന ശക്തിയുള്ളവരായ നേതാക്കന്മാരിൽ നിന്നാണ്. ഇന്ദിരാഗാന്ധി ആ സ്വാധീന ശക്തിയുള്ള, അതായത് ഭരിക്കുന്ന പാർട്ടിയിലെ സ്വാധീന ശക്തിയുള്ള ആൾക്കാരെ സൂചിപ്പിക്കാൻ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ച വാക്കാണ് സിൻഡിക്കേറ്റ് എന്ന് പദം. അപ്പോൾ അതായത് ഭരിക്കുന്ന പാർട്ടിയിലെ അംഗങ്ങളിൽ നിന്നും തന്നെ ഇന്ദിരാഗാന്ധിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ നേരിടേണ്ടി വന്നു, ശക്തമായ പ്രതിഷേധങ്ങളെ നേരിടേണ്ടി വന്നു. അപ്പോൾ ആ ഒരു തീരുമാനങ്ങൾ, അതായത് സിൻഡിക്കേറ്റിൽ നിന്ന് മോചനം നേടുക, അതുപോലെ തന്നെ വരുന്ന 1967 തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പുകളിൽ വർദ്ധിച്ച, അതായത് നേരത്തെ ഉണ്ടായിരുന്ന തൻ്റെ പിതാവായ ജവഹർലാൽ നെഹ്റു ഉണ്ടാകുമ്പോൾ ഉണ്ടായിരുന്ന ജനപിന്തുണ പൂർണ്ണമായും നേടിയെടുക്കുക എന്ന ലക്ഷ്യം കൂടി ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി ഒരു തീരുമാനം എടുക്കുന്നു, വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ജയിക്കണം. അപ്പോൾ താനുമായി യോജിച്ച് പോകാത്ത കോൺഗ്രസ്സിലെ ശക്തരായ നേതാക്കന്മാരെ, പ്രബലരും സ്വാധീന ശക്തിയുള്ളവരുമായ നേതാക്കന്മാരെ ഇന്ദിരാഗാന്ധി സിൻഡിക്കേറ്റ് എന്ന പദം ഉപയോഗിച്ചാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ എന്താണ് സിൻഡിക്കേറ്റ് എന്ന് ചോദിച്ചാൽ, കോൺഗ്രസ്സിനകത്തുള്ള ഏറ്റവും പ്രബലരായ നേതാക്കന്മാരെ, ഇപ്പോൾ നീലകണ്ഠ ശാസ്ത്രി, കെ കാമരാജ് തുടങ്ങിയ ആൾക്കാരെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദിരാഗാന്ധി, അതുപോലെ തന്നെ കർപ്പൂരി ഠാക്കൂർ തുടങ്ങിയ ആൾക്കാരെയൊക്കെ വിശേഷിപ്പിക്കാൻ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ച വാക്കാണ് സിൻഡിക്കേറ്റ് എന്നുള്ളത്. അപ്പോൾ കോൺഗ്രസ് 1967 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇനി രഹസ്യമാക്കി വെക്കേണ്ടതല്ല നമ്മുടെ പിളർപ്പ് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പരസ്യമായി തന്നെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസ്സിലെ ആ സീനിയർ നേതാക്കന്മാരെ, ആന്ധ്രയിലെ നേതാവായ നീലം സഞ്ജീവ റെഡ്ഡി, അതുപോലെ അതുല്യ ഘോഷ്, നിജലിംഗപ്പ, എസ് കെ പാട്ടീൽ, കാമരാജ് തുടങ്ങിയ ആൾക്കാരെയൊക്കെ വിശേഷിപ്പിക്കാൻ ഇന്ദിരാഗാന്ധി സിൻഡിക്കേറ്റ് എന്ന പദം ഉപയോഗിക്കുകയും ചെയ്തു. അതേസമയം ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിനെ അവർ റെക്കഗ്നേഷൻ ഗ്രൂപ്പ്, അതായത് ആർ ഗ്രൂപ്പ് എന്ന പേരിലൊക്കെയാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി 1947 ശേഷം പരസ്യമായി അഭിപ്രായ വ്യത്യാസങ്ങളുമായി രംഗത്ത് വന്ന ഒരു കാലഘട്ടമാണ് 1967 എന്ന് പറയുന്ന കാലഘട്ടം. പക്ഷെ അതെങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 1969 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി കോൺഗ്രസിൻ്റെ പിളർപ്പ് എത്ര സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു വന്നു. അതായത് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന സക്കീർ ഹുസൈൻ അവരുടെ മരണത്തെ തുടർന്ന് പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കേണ്ടത്, പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടതൊരു ആവശ്യമായിട്ട് വന്നു.
അപ്പോൾ സക്കീർ ഹുസൈൻ മരിക്കുന്നു, പകരം ഒരാളെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കണം എന്ന് വന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് അതിന് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നു, ഇന്ന ആളായിരിക്കണം. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ഇന്ദിരാഗാന്ധിയുടെ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഇന്ദിരാഗാന്ധിയുടെ എതിരാളി എന്ന് പറയാവുന്ന ഡോക്ടർ നീലം സഞ്ജീവ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നീലം സഞ്ജീവ റെഡ്ഡി റെഡിയാവുന്നു. ആ സമയത്താണ് ഇന്ദിരാഗാന്ധി ശക്തിയായി ഇതിനെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചത്. അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന വി ഗിരിയെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും മത്സരിക്കാൻ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഉപരാഷ്ട്രപതിയായിരുന്ന വി ഗിരി തൻ്റെ ഉപരാഷ്ട്രപതി പദം രാജിവെച്ചുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. അത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ, പ്രസിഡന്റ് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ കോൺഗ്രസ്സുകാർ നിർത്തിയിട്ടുള്ള നീലം സഞ്ജീവ റെഡ്ഡി പരാജയപ്പെടുകയും ഇന്ദിരാഗാന്ധിയുടെ സ്ഥാനാർത്ഥിയായ വി ഗിരി ജയിക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഇത് കോൺഗ്രസിൻ്റെ പരസ്യമായ പരാജയം ഉറപ്പാക്കി, അതായത് അഭിപ്രായ തർക്കങ്ങൾ ഉറപ്പാക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്തു. ഒപ്പം കോൺഗ്രസ് രണ്ടായി പിളർന്നു. ഇന്ദിരാഗാന്ധിയുടെ ഗ്രൂപ്പ് എന്നും കാമരാജിൻ്റെ ഗ്രൂപ്പ് എന്നും അല്ലെങ്കിൽ അണ്ണാ ഗ്രൂപ്പ് എന്നും 2 ഗ്രൂപ്പായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി പ്രകടമായ ഈ തെരഞ്ഞെടുപ്പ് ഇന്ദിരാഗാന്ധിയുടെ ഭാഗം വിജയിക്കുന്നതിന് വഴിയൊരുക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1969 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് സക്കീർ ഹുസൈൻ്റെ മരണത്തെ തുടർന്ന് ഇന്ത്യയിൽ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുകയും അതിൽ വി ഗിരിയെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ആ കാര്യം നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. അതായത് കോൺഗ്രസിൻ്റെ പിളർപ്പും അതുപോലെ തന്നെ പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പും. ഇനി ഇതിൽ ഇന്ദിരാഗാന്ധി വി ഗിരിയെ ജയിപ്പിച്ച ഈ സംഭവം കോൺഗ്രസ്സിന്, അതായത് ഇന്ദിരാഗാന്ധി ആ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പാർട്ടിക്കാരോട് MLA-മാരോടും MP-മാരോടും ഒക്കെ പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമായിരുന്നു, മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യുക എന്ന്. എന്തായാലും ഇന്ദിരാഗാന്ധിയോട് കുറച്ച് അനുഭാവപൂർണമായ നയമാണ് ഉണ്ടായിരുന്നതെന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇന്ദിരാഗാന്ധി നിർത്തിയ സ്ഥാനാർത്ഥികൾ ജയിച്ചതോടുകൂടി. നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും കോൺഗ്രസ് 2 ഗ്രൂപ്പായിട്ട് മാറിയത് അത് വളരെ വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ സംഭവം തെളിയിക്കുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്ത അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പ്രിവി പേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. അതായത് 1947 ഇന്ത്യ വിഭജിക്കപ്പെടുന്ന സമയത്ത് ഇന്ത്യയുടെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുടെ കൂടെ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ ഭാഗമായി നാട്ടുരാജാക്കന്മാർക്ക് കൊടുത്തിരുന്ന പെൻഷനാണ് പ്രിവി പേഴ്സ് എന്ന് പറയാം. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ ഒരു സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി ഈ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർക്ക് കൊടുത്തിരുന്ന ഈ പെൻഷൻ നിർത്തലാക്കാനായി തീരുമാനിച്ചു. പെൻഷൻ നിർത്തലാക്കാനായി തീരുമാനമെടുത്തതോടുകൂടി മൊറാർജി ദേശായിയെ പോലുള്ള നേതാക്കൾ അത് ശരിയാവില്ല, അവരുടെ അടുത്ത് തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ ആ രാജ്യം പിടിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഭാഗമാക്കുമ്പോൾ നമ്മൾ അവർക്ക് പൈസ കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിരുന്നു. ഇനി ഒരു കാരണവശാലും ആ വാക്ക് നമ്മൾ തെറ്റിക്കാൻ പാടില്ല, അവരെ പറ്റിക്കരുത് എന്ന് പറഞ്ഞിട്ട് അഭിപ്രായങ്ങൾ ഉയർന്നു. എന്തായാലും ഫസ്റ്റ് വർഷം അതിന് പരാജയമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അധികം വൈകാതെ ഇന്ദിരാഗാന്ധി അതിന് യോജിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു വന്നു. ഇനി നമുക്ക് ഇതിൽ ഒരു ചെറിയ പോർഷൻ എടുക്കാനുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം. അപ്പോൾ ഇതിൽ കോയിലേഷൻ ഗവൺമെൻറ്, അതായത് കൂട്ടുകക്ഷി ഗവൺമെൻറ്, കോൺഗ്രസിൻ്റെ പിളർപ്പ്, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, ഇത്രയും സംഭവ വികാസങ്ങൾ മക്കൾ നന്നായിട്ടൊന്ന് എന്ത് ചെയ്ത് വയ്ക്കുക, വായിച്ച് പഠിച്ചു വയ്ക്കുക. ഇനി ഒരു കുഞ്ഞു ടോപ്പിക്കാണുള്ളത്, അതും റിവിഷൻ ക്ലാസ്സും കൂടെ ഞാൻ അടുത്ത ക്ലാസ്സിലിടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിച്ച് റെഡിയായിട്ട് വരിക, നിറയെ മാർക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. സ്റ്റഡി വൈബിൻ്റെ ക്ലാസ്സിലെ മുൻപിലത്തെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് റിവിഷൻ ക്ലാസ്സുകൾ കാണാതെ നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ കൂടുതൽ കുട്ടികളെ നിങ്ങൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.